മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, എപ്പോഴാണ് ഈ യോഗം നടക്കുക? ആരൊക്കെയാണ് പ്രധാനമായും യോഗത്തിന്റെ ഭാഗമാവുക? 27-ാം തീയതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മനുഷ്യ വന്യജീവി സംഘർഷം അത് സംസ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വിലയിരുത്തുന്നതിനും തുടർ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുമായി മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. ഈ മാസം 27-ന് ഉച്ചയ്ക്ക് ശേഷം 3:30-ന് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലായിരിക്കും യോഗം ചേരുക. യോഗത്തിൽ പ്രധാനമായും വനം വകുപ്പ്, ധനമന്ത്രി, അതോടൊപ്പം തന്നെ തദ്ദേശം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം എന്നീ വകുപ്പിന്റെ മന്ത്രിമാർ പങ്കെടുക്കുന്നതായിരിക്കും. അതിനു പുറമെ ചീഫ് സെക്രട്ടറി, വനം, ധനകാര്യം, തദ്ദേശം, വൈദ്യുതി, അതോടൊപ്പം തന്നെ ആഭ്യന്തരം, ജലസേചനം, റവന്യൂ സെക്രട്ടറിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിന്റെ ഭാഗമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യുന്നതായിരിക്കും. കാരണം മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ 10 നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞ ഉന്നതതല യോഗത്തിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങളടക്കം ഈ യോഗത്തിൽ വിലയിരുത്തുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും തുടർന്ന് ഏത് രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നതിൽ ഒരു തീരുമാനമുണ്ടാവുക. തീർച്ചയായും ഷീജ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഉന്നതതല യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ പ്രധാനമായും ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗത്തിന്റെ ഭാഗമായിട്ട് വരും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 27-നാണ് യോഗം ചേരുക. വിവിധ വകുപ്പുകൾ യോഗത്തിന്റെ ഭാഗമായി യോഗത്തിൽ പങ്കെടുക്കും. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഈ യോഗത്തിൽ അവലോകനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.